ഇതെല്ലാം റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സാധാരണ മലയാള സിനിമയിലൊന്നും കണ്ടിട്ടില്ലാത്ത തരം പരിപാടിയായിരുന്നു. ഞാൻ ഒരിക്കലും ജിബിനാണ് അവിടെ അല്ലെങ്കിൽ ഞാനാണ് അവിടെ അഭിനയിക്കുന്നത് എന്നുള്ള ഫീലിലായിരുന്നു. ഇയാളൊരു പോറ്റിയാണ് എന്ന് കാണിക്കുന്ന ഒരൊറ്റ സംഭവം കാണിക്കുന്നത് ലാസ്റ്റിലെ ആ ഒറ്റ സംഭവത്തിൽ മാത്രം പേര് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാരണം എന്തെങ്കിലും വിധത്തിലൊരു നെഗറ്റിവിറ്റി ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ ഭീകരമായിരുന്നു. രണ്ട് വലിയ നല്ല പടങ്ങളെടുത്ത അയാളുടെ മൂന്നാമത്തതും മോശമല്ല എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വലിയൊരു ബാധ്യതയാണ്. കൗമുദി മൂവീസിൽ DS ഇറെ എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷവുമായി എന്നോടൊപ്പം ചേരുന്നു ആക്ടർ ജിബിൻ ഗോപിനാഥ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. പടം വലിയൊരു വിജയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അതൊക്കെ തന്നെയാണ് ഫീൽ. ഈ പ്രൊണൗൺസിയേഷൻ ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ, DS ഇറെ ഇത് തന്നെയല്ലേ? ഞാൻ ചേട്ടൻ വന്ന സമയം തൊട്ടേ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം എങ്ങാനും ഒരു തെറ്റുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ. എന്താണ് ഇതിന്റെ ഒരു അർത്ഥം വരുന്നത്? അറിയാമായിരിക്കും ഒത്തിരി ആൾക്കാർക്ക്. എഴുതിയിട്ടുണ്ട് ഡേ ഓഫ് റാത്ത് എന്നാണ്. ഓക്കെ. അപ്പൊ ഇതൊരു തരം എന്താ ലാറ്റിൻ ഇതില് പറയുന്നൊരു സംഭവമാണ് ഈ അന്ത്യ ദിനത്തോടൊരു അങ്ങനെ ഒരു നമ്മളിപ്പം ഒരു റൈമാണത്, ഒരു മരണത്തോടനുബന്ധിച്ചൊക്കെ ചൊല്ലുന്നൊരു സംഭവം. അങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ്. അത് ഈ ബൈബിൾ സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള പരിപാടിയാണ്. ഞാൻ നോക്കിയപ്പം ഇത് നടന്ന സംഭവമല്ല, പക്ഷെ എന്തോ ഇവന്റിന് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നാണ് പറയുന്നത്. അതിൽ എത്രത്തോളം? കുറേ സംഭവങ്ങൾ, എല്ലാമല്ല, പിന്നെ സിനിമ എന്തെങ്കിലുമൊക്കെ കണക്റ്റഡ് ആണ് റിയൽ ഇൻസിഡന്റുമായിട്ടൊക്കെ. ഇതെല്ലാം റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചിലരുടെ ലൈഫിൽ റിയലായിട്ട് അവർക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളെ കണക്ട് ചെയ്താണ് നമ്മൾ ബേസ്ഡ് ഓൺ റിയൽ ഇവൻറ്റ്സ് എന്ന് എഴുതിയേക്കുന്നത്. അല്ലാതെ ഇപ്പം ഡയറക്ടറിനോ അല്ലെങ്കിൽ അഭിനയിച്ചവർക്കോ അവരുടെ റിയാലിറ്റിയുടെ പുറത്തൊന്നും അല്ല ഇത്. ഇപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരമില്ല. ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ ചിലരുടെ ഫീലിങ്സ് ആണ്, ചിലർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ പുറത്ത് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അങ്ങനെ വന്നൊരു മൂവിയാണ്. ഞാൻ രാഹുൽ സദാശിവൻ എന്നൊരു ഡയറക്ടറിനെ പറ്റി പറയുമ്പോൾ പുള്ളി ചെയ്തിട്ടുള്ള മൂവീസ്, ഞാൻ പുള്ളിയുടെ റെഡ് റെയിൻ എന്നുള്ളൊരു മൂവി ഒഴിച്ചിട്ട് ഞാൻ ബാക്കി രണ്ടും കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് ഈ ഹൊററിനോട് എന്തോ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പുള്ളിയുടെ ആ ഒരു ഫിലിം പാറ്റേണിനെ പറ്റിയിട്ട് ചേട്ടൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ലോക സിനിമയിൽ തന്നെ ഒത്തിരി ആൾക്കാരില്ലേ അങ്ങനെ ഏതെങ്കിലും അവർക്ക് ഏതെങ്കിലും ഒരു ജോണർ മാത്രം ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. അവരതിലെ കിടിലമായിരിക്കും. അവരെ വെല്ലാൻ വേറൊരാൾ അങ്ങനെ പെട്ടെന്നൊന്നും വരത്തില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഓരോ ഇൻ്റർനാഷണൽ ഫിലിം സംഭവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പം മലയാളത്തിൽ ഹൊറർ അങ്ങനെ ഒരു സ്വന്തം എന്താണ് ഇതിൽ മാത്രം സിനിമ ചെയ്യാമെന്ന് കരുതി നല്ല ക്വാളിറ്റിയുള്ള ഹൊറർ ഫിലിംസ് ഉണ്ടാക്കുന്ന ആളാണ് രാഹുൽ സാർ. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മേഖലയാണ് ഹൊറർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ റെഡ് റെയിൻ ആണെങ്കിൽ പോലും അതൊരു പ്യുവർ ത്രില്ലറല്ല, ഒരു സൈഫൈ എന്ന് പറയും. അങ്ങനെ ഒരു പരിപാടിയാണ്. അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു സാധാരണ മലയാള സിനിമയിലൊന്നും കണ്ടിട്ടില്ലാത്ത തരം പരിപാടിയായിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഈ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഹൊറർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഭൂതപ്രേത പിശാചുക്കൾ എന്ന് പറയുന്ന പോലെ തന്നെയുള്ള വേറൊരു പരിപാടിയായിരുന്നു റെഡ് റെയിനിലും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ അതുപോലെ ഒരു വളരെ ചെറുപ്പത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്, വളരെ ചെറിയ പ്രായത്തിലാണ്. ഏകദേശം ഒരു 13 കൊല്ലം മുന്നെയാണ് ആ പടം, 2011 കാലഘട്ടം എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ വളരെ ചെറിയ പ്രായമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെയ്തൊരു സിനിമയാണ് അത്. ഈ മൂവിയിൽ നോക്കുമ്പം കാസ്റ്റിംഗ് വളരെ കുറവാണ്. അതായത് ആകെ ഉള്ള കാസ്റ്റ് എന്ന് പറയുന്നത് പവർഫുൾ റോൾസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയേക്കുന്നത്. ഒരു 3-4 പേരാണെങ്കിൽ പോലും, പ്രണവിൻ്റെ ആണെങ്കിലും ചെണ്ട ആണെങ്കിലും. ബാക്കി ഞാൻ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം ഞാൻ കമൻസിൽ നോക്കിയപ്പോഴത്തേനും ചില ഇൻ്റർവ്യൂസിലൊക്കെ ചില സീൻസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം പറയരുത്, അത് വേണ്ട. ഞാൻ പിന്നെ അവിടെ നിന്ന് വഴിതിരിച്ചൊക്കെ വിട്ട് കഷ്ടപ്പെട്ടൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഞാൻ എപ്പോഴും കമൻസ് ചെക്ക് ചെയ്യാറുണ്ട്, കാരണം ആൾക്കാരുടെ അഭിപ്രായം നമുക്കൊന്നും കൂടെ ഈസിലി അറിയാൻ പറ്റുന്ന അതിലൂടെയാണ്. അപ്പോൾ അതിൽ ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നുണ്ട് സ്പോയിലറാണ്, ഇങ്ങനെ കുറേ സീൻസിനെ പറ്റിയിട്ടൊക്കെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. അപ്പം ചേട്ടൻ ഫോഴ്സ്ഫുൾ ആണ് ചിലതൊക്കെ പറയാനായിട്ട്. പക്ഷെ ഞാൻ എന്തായാലും ആ സ്പോയിലർ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇനിയും ആൾക്കാരുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. സോ അവരിലേക്കൊക്കെ ഈ മൂവി എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ നമുക്ക് ആ സീൻസിലോട്ടൊന്നും പോകണ്ട. പക്ഷെ ഞാൻ പറയും വൺ ഓഫ് ദ പവർഫുൾ റോൾ എന്ന് തന്നെ വേണമെങ്കിൽ നല്ല ബാക്കിയുള്ള റോളിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ചേട്ടൻ്റെ റോൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദ
പവർഫുൾ ആണ്. എനിക്കൊന്ന് ചേട്ടൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാലും ഇതിലൊരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ത്രൂ ഔട്ട്. പ്രണവായിട്ടുള്ള കോമ്പിനേഷൻ സീൻസും എല്ലാം കൊണ്ടും. അപ്പോൾ ചേട്ടൻ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്തായിരുന്നു ഫീൽ? ഇപ്പം ആക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ തിയേറ്ററിൽ നമ്മൾ ചെയ്തൊരു വർക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഡിഫറെൻ്റ് ആണ്. ഹൗ ഡു യു ഫീൽ? ഞാനൊരിക്കലും ആ തിയേറ്ററിൽ ഞാൻ എന്നെ അല്ല കണ്ടത്. ഞാനൊരിക്കലും ജിബിനാണ് അവിടെ അല്ലെങ്കിൽ ഞാനാണ് അവിടെ അഭിനയിക്കുന്നത് എന്നുള്ള ഫീലിലല്ല ഇരുന്നത്. ആദ്യ ഷോ പ്രിവ്യൂ ഷോ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ചെയ്ത സിനിമയാണെന്നറിയാം, പക്ഷെ സിനിമ തുടങ്ങിയതിന് ശേഷം ഞാനൊരിക്കലും ഞാനെന്നുള്ള വ്യക്തി അവിടെ അഭിനയിക്കുന്നതായിട്ട് തോന്നിയില്ല. ഞാനൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ മാത്രമാണ് പടം കണ്ടത്. എനിക്ക് ആ സ്പോട്ടിൽ തന്നെ സിനിമ ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് ആ ക്യാരക്ടർ ഇത് ഞാനാണ് എന്നുള്ള. കുറച്ച് സമയം കഴിഞ്ഞ് എനിക്ക് ആ ബോധം വരുന്നത്. ഞാൻ ഓക്കെ ആയിരുന്നു. കാര്യം ഞാൻ പറഞ്ഞതുപോലെ ആദ്യം എനിക്ക് ഫീൽ ചെയ്തൊരു സമാധാനമായിരുന്നു. വേറൊന്നുമല്ല, ഈ പറഞ്ഞ ഡയറക്ടറുടെ മുൻകാല സിനിമകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അമ്മാതിരി പ്രേക്ഷക പ്രശംസ, നിരൂപക പ്രശംസ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ ആ നിമിഷം മുതൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ത്രില്ലിലായിരുന്നു. ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് ഷൂട്ട് പാക്കപ്പായി ഇതിൻ്റെ പോസ്റ്റ് പരിപാടിയൊക്കെ നടക്കുന്ന സമയത്താണ് എനിക്ക് ടെൻഷൻ തുടങ്ങിയത്. കാര്യം ഇത്തരം ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ, അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമ, അതിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാരണം എന്തെങ്കിലും വിധത്തിലൊരു നെഗറ്റിവിറ്റി ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ ഭീകരമായിരുന്നു. അപ്പം അതിനെ കവർ ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറയും, രാവിലെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് മാൻ, ഒരു പ്രശ്നമില്ല, നമ്മൾ ഇത് ഷുവർ ഹിറ്റാണ്, നമുക്ക് ഒരു വിഷയമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടതല്ലേ. ഇതിപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എൻ്റെ സമാധാനക്കേട് അറിയിച്ച് പുള്ളിയുടെ സമാധാനം കളഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അവസാനം തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു മൊമെൻറ്റ് വരെ എനിക്ക് ഭയങ്കര ടെൻഷൻ. അത് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് സന്തോഷത്തിനപ്പുറത്തേക്ക് ആദ്യം സമാധാനം ഫീൽ ചെയ്തു, പിന്നെ നല്ല സന്തോഷത്തിലേക്ക് കയറി. ആൾക്കാരുടെ റെസ്പോൺസ് ചേട്ടൻ കണ്ടായിരുന്നു മൂവി? ആൾക്കാരുടെ കൂടെ ഇരുന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് റെസ്പോൺസ് മൂവിക്ക്? ഭയങ്കര രസകരമായിട്ട്. കാര്യം അല്ല, നമുക്ക് പേടിപ്പെടുത്തുന്ന സീനുകളൊക്കെ വളരെ ആൾക്കാർ ഇങ്ങനെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കുറച്ച് പേടിയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ. ഇത് ആ സമയത്ത് ആൾക്കാർക്ക് പേടി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. അപ്പം നാട്ടുകാരിരുന്ന് പേടിക്കണം കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. നാട്ടുകാരുടെ പേടിയെ നമ്മൾ ആനന്ദമാക്കി. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഭയങ്കര രസമായിട്ട് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. രസം മീൻസ് ആ ഒരു ടെൻഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് തന്നെ സിനിമയെ ഞങ്ങൾ ഉദ്ദേശിച്ചൊരു റിസൾട്ട് ഇതിൻ്റെ ഒരു ഔട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം നമ്മളൊക്കെ ചെയ്തൊരു പോർഷനിൽ ഇങ്ങനെ ആൾക്കാർ അയ്യോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എല്ലാവരും അതൊക്കെ വളരെ ശ്രദ്ധയോടെ കണ്ട് ആ ഫീൽ അവർക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഈ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ പറയുന്നതും ചേട്ടൻ്റെ അഭിനയം കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇങ്ങേരാണോ ഇനി ഇതിൽ പ്രേതം എന്നുള്ളൊരു ഡൗട്ട് പോലും തോന്നുന്ന തരത്തിലുള്ള ഒരു അഭിനയമായിരുന്നു. കാരണം ഞാൻ ഈ മൂവിയുടെ ഇങ്ങനെ ഒരു പടം ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ കാണുന്ന ഒരാളാണ്. അപ്പം എനിക്ക് കിട്ടിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ആൾക്കാരിലേക്ക് എത്തിയെങ്കിൽ പോലും നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റി. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ പറയുമല്ലോ, ഈ ഒരു തരം കമൻറ്റ്സ് വരും, ഈ ഹൊറർ സീൻസ് ഒക്കെ വരുമ്പം ലക്കിലി എനിക്ക് അങ്ങനത്തെ ഒരു അവസരം വന്നില്ല. എനിക്ക് നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് പടം എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ചേട്ടൻ്റെ കുറേ ഇതിൽ ആ സീനിൽ, ഞാൻ സീൻസ് ഒന്നും പറയുന്നില്ല, ഇനി എന്തോ സംഭവിക്കും, പക്ഷേ സംഭവിക്കും എന്നുള്ളത് ചേട്ടൻ്റെ മുഖം കണ്ടിട്ട്, ചേട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നമുക്ക് തന്നെ പേടി തോന്നും. ഞാൻ അതിലിരുന്ന് ഒരു വട്ടം വിളിച്ചായിരുന്നു ഒരു സീനും ഞാൻ പറയുന്നില്ല. ഞാൻ വിളിച്ചപ്പോഴത്തേനും ബാക്കിൽ നിന്ന് വന്ന് മിണ്ടാരി വെച്ചാൽ പേടിപ്പിക്കാതെ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പേടിച്ചു പോയി. പക്ഷെ ഈ ആൾക്കാർ കണ്ടവർ പറയുന്നതും അത് തന്നെയാണ്. ചേട്ടനെ കണ്ടിട്ട് ചേട്ടനാണോ ഇനി ഇതിലെ അങ്ങനെ ഒരു ക്യാരക്ടർ എന്നുള്ളത് കണ്ടവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടായിരുന്നു അത്? കുറെ കമന്റ്സ് കണ്ടു. കുറെ പേര് നേരിട്ട് ഇതുപോലെ വിളിച്ചു പറഞ്ഞാ ഒരു പോയിന്റില് നീയാണോ പണികളെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ രീതിയിൽ കുറെ പേര് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് സന്തോഷമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിച്ച സാധനം ആൾക്കാരിലേക്ക് അത് കൺവേ ആയി ചെന്നിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര നമുക്ക് ആ ഭയം നമുക്ക് ചേട്ടൻ്റെ ഫേസ് ചെയ്യുന്ന ആ സീനിൽ എന്തുണ്ടോ ഇല്ലയോ എന്നൊന്നല്ല, ചേട്ടനെ കാണുമ്പോൾ നമുക്ക് ആ ഭയം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, അടുത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അങ്ങനെയായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ ഒരു റെസ്പോൺസ്? ഡയറക്ടറുടെ ഒരു തോട്ടാണ്. ഒരു ക്യാരക്ടറിനെ ഇപ്പം ഷോട്ടിന് തൊട്ട് മുന്നേ തന്നെ പുള്ളി കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് വിടും. പിന്നെ അവിടെ ജിബിൻ ഇല്ല, അല്ലെങ്കിൽ അവിടെ പ്രണവില്ല, ആ ക്യാരക്ടർ മാത്രമേ അവിടെ. ഈ ക്യാരക്ടറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാര്യം അവിടെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആ ക്യാരക്ടർ അവിടെ ലൈവാണ്. അതെന്താണോ റിയാലിറ്റിയിൽ ആ ക്യാരക്ടറിന് ഫീൽ ചെയ്യുന്നത് അത് നമ്മുടെ ഉള്ളിലേക്ക് വരും. അവിടെ ജിബിനാണെന്നുണ്ടെങ്കിൽ ജിബിൻ ആദ്യം പേടിക്കണം,
പിന്നെ ക്യാരക്ടറിനെ ഞാൻ തന്നെ പേടിപ്പിക്കണം, ഇത് വേണം എൻ്റെ വെളിയിൽ. അപ്പം അങ്ങനെയൊന്നുമില്ല, എല്ലാ ആർട്ടിസ്റ്റിനെയും ആ ക്യാരക്ടറിലേക്ക് ഡയറക്ടർ പെട്ടെന്ന് തന്നെ കൊണ്ടുവരുമായിരുന്നു. എനിക്ക് ഈ മൂവിയിൽ വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേട്ടൻ പറഞ്ഞ ഈ ഒരു കാര്യം ബാക്കി ക്യാരക്ടേഴ്സിലും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ചേട്ടൻ ചെയ്ത ക്യാരക്ടറിലും ചേട്ടനാണ് അഭിനയിച്ചത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് ഈ ഒരു പോറ്റിയാണ്, ഞാൻ പോറ്റി എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ അത് പിന്നെ വരുത്താമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, പോറ്റിയാണെങ്കിൽ ആ പോറ്റിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രണവാണെങ്കിൽ പോലും എനിക്കൊന്ന് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു പ്രണവിൻ്റെ ഈ ഒരു മൂവി എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട്. പ്രണവിലും നമുക്ക് പ്രണവ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചെറിയ അംശം പോലും ഇല്ല, രോഹനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ എക്സ്പെക്ട് പോലും ചെയ്യാത്ത തരം പെർഫോമൻസ് ആണ് ഓരോരുത്തരും ചെയ്തിരിക്കുന്നത്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കുന്ന ഓരോരുത്തരും അവരവരുടെ രീതികളിൽ ആരും ഈ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തേക്കെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയില്ല. എനിക്ക് ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുന്ന അതെ, അതിലും എണ്ണപ്പെട്ട ഒരു 4-5 പേരാണ് നിങ്ങൾ മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ സീൻസ് വരുന്നത് പ്രണവുമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ചേട്ടനായിരിക്കും ഈ ഒരു മൂവി റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് ഈ ഒരു പബ്ലിസിറ്റി പോകുന്നത് ചേട്ടൻ ത്രൂ ആണ്. അപ്പം നമുക്ക് പ്രണവ് എന്ന് പറയുന്ന ഒരു നടനെ പറ്റിയിട്ട് അറിയാൻ പറ്റുന്നതും ഒബ്വിയസ്ലി ചേട്ടനിലൂടെയാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഇക്വേഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? കൂടുതലും പ്രണവായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന് ഞാൻ ഇതിന് മുന്നേ പരിചയമില്ല. എനിക്ക് ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് ആർക്കും ആർക്ക് റീച്ച് അല്ല, പെട്ടെന്ന് റീച്ച് ആവുന്ന ആളല്ല. അത് അദ്ദേഹത്തിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. പുള്ളി അങ്ങനെ ഒരു ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്, ആർക്കും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി നമ്മുടെ കയ്യകലത്തിലില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പുള്ളിയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമുക്കെല്ലാം അറിയാം. നമുക്ക് ഈ സോഷ്യൽ മീഡിയ എല്ലാം ആഘോഷിക്കുന്നതാണ് അദ്ദേഹം എങ്ങനെ ജീവിക്കുന്നു, അദ്ദേഹം എവിടെ, അദ്ദേഹത്തെ ഇവിടെ വെച്ചുകൊണ്ടു അവിടെ വെച്ചുകൊണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സഞ്ചാരിയാണ്. ആളൊരു ജീവിതത്തെ ഏറ്റവും സന്തോഷകരമാക്കി ഇങ്ങനെ യാത്രകൾ ചെയ്ത് കണ്ട് സന്തോഷിച്ച് ജീവിതത്തെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്കും തോന്നി ഇത് ലാൽ സാറിൻ്റെ മകനാണ്. സോ നമ്മൾ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്ത്, ഇതിപ്പോൾ ലാൽ സാറിനോട് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ റെസ്പെക്ട് ഫീൽ ചെയ്യും. പക്ഷെ അതിൽ അദ്ദേഹം കംഫർട്ട് അല്ലാന്ന് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി. കാര്യം പുള്ളിക്ക് ഭയങ്കര ആ കൺസിഡറേഷൻ ഒന്നിനും പുള്ളിക്ക് ആവശ്യമില്ല. പുള്ളി അങ്ങനൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സെക്കൻഡ് ഡേയിലൊക്കെ തന്നെ ആയപ്പോൾ പെട്ടെന്ന് സിങ്കായി. ഞങ്ങൾ ഷൂട്ട് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഷൂട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് ഡയലോഗ് പറയാനായാലും സിറ്റുവേഷനിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാനായാലും വളരെ പെട്ടെന്ന് തന്നെ സിങ്കായി കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്കിടയിലുള്ള എനിക്ക് ഇടയിലുണ്ടായിരുന്നൊരു ബാരിയർ മാറി എന്നുള്ളത് എനിക്കും ക്ലിയറായി. പിന്നെ ഫുൾ ടൈം ഞങ്ങൾ സംസാരവും കാര്യവും ലോകത്ത് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ ലോകസഞ്ചാരം അല്ലെങ്കിൽ യാത്രയെ പറ്റി വായിക്കാനും കേൾക്കാനും കാണാനും വലിയ താല്പര്യമുള്ളതാണ്. അദ്ദേഹം അങ്ങനെ ഒരു ടൈപ്പ് ആളുമാണ്. അപ്പം ഞങ്ങൾക്ക് സംസാരിക്കുന്നതിന് വിഷയത്തിന് വേറെ വിഷയങ്ങൾ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് അതുമായിട്ട് അത് നന്നായിട്ട് സംസാരിക്കും പുള്ളി. ഇങ്ങനെ നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രണവിനെ അദ്ദേഹത്തിൻ്റെ അത് അടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. പുള്ളിയുടെ പല സ്ഥലങ്ങളിൽ പോയത്, അതിൻ്റെ വീഡിയോസ്, അത് അവിടെ നടന്ന ഭയങ്കര എല്ലാം കാണിച്ചു തന്നു. ഭയങ്കര ഒരു കൂട്ടുകാരനെ എനിക്ക് കിട്ടി. നല്ലൊരു അടുപ്പുള്ളൊരു നല്ലൊരു സ്നേഹമുള്ള അല്ലെങ്കിൽ വളരെ റിയലായിട്ടുള്ള ജെന്യൂനായിട്ടുള്ളൊരു കൂട്ടുകാരനെ കിട്ടി എന്നുള്ളത് അതിലെ യാഥാർത്ഥ്യം. അതാണ് അത് വർക്കൗട്ടായതാണ് സ്ക്രീനിൽ ആ ഒരു പരസ്പരമുള്ള സിങ്ക് ആയിട്ടുള്ള സീൻസ് അല്ല. പ്രണവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഇപ്പോൾ പറഞ്ഞു. പ്രണവ് എന്ന് പറയുന്ന ഒരു നടൻ കൂടെ അഭിനയിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നിങ്ങൾ തമ്മിലുള്ള ഈ കോമ്പിനേഷൻ സീൻസ് ആണ് ഒത്തിരിയും വരുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ലൈക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇംപ്രവൈസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടോക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഷോട്ടിന് മുമ്പ് എന്തായാലും നമ്മൾ ഒരുമിച്ചിരുന്ന് സ്ക്രിപ്റ്റ് വായിക്കും, ആ സീൻ വായിക്കും, എന്താണ് ഡയലോഗ്, അവിടെ ഇതിന് വേറെ ഇങ്ങനെ പറഞ്ഞാൽ അതേ കണ്ടന്റ് തന്നെയാണ് വേറൊരു രീതിയിൽ കുറച്ച് നാച്ചുറലായിട്ട് പറഞ്ഞാലോ എന്നുള്ള നമ്മൾ ഡയറക്ടറുടെയും കൂടെ സജഷൻ നോക്കി പുള്ളിയോടും കൂടെ ചോദിച്ചിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പ്രണവ് എന്നുള്ള വ്യക്തി അഭിനേതാവിനെ എനിക്ക് പണ്ടും ഇഷ്ടമാണ്. അതിൽ ലാലേട്ടൻ എന്നുള്ള വ്യക്തിയുടെ മകനായതുകൊണ്ടല്ല, അദ്ദേഹം ഇതുവരെയും ചെയ്ത ഓരോ ക്യാരക്ടറും ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അഭിനയം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു ആക്ടറുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഞാനൊരു ആക്ടറെ ഇപ്പോൾ ഒരു ഇന്ന സിനിമയിൽ ഇന്ന സാധനം ചെയ്തത് കൊണ്ട് മാത്രം അയാൾ ഗംഭീര ആക്ടറായിട്ട് എന്നുള്ളതല്ല. ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഓരോ സംഭവത്തിലും ഒരു ഡയറക്ടറെ ഓക്കെ പറയുന്ന ഒരു സംഭവം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു ആക്ടറാണ്.
ഇതിനെ മുഴുവൻ പിന്നെ പഴയ ചിത്രങ്ങളിപ്പം ഹൃദയമായാലും ഇപ്പോൾ ഏത് പടമായാലും ആ പടം അതല്ലേ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. അതയാൾ ചെയ്താൽ പോരെ. ഈ സിനിമ ആവശ്യപ്പെടുന്ന എന്താണോ അത് ഇതിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തു, മറ്റുള്ളതിലൊക്കെ ഗംഭീരമല്ല എന്ന് പറയുന്നതോട് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഒരു സീനായാലും 2 സീനായാലും ഏത് സിനിമ എന്താവശ്യപ്പെടുന്നോ അത് കൊടുക്കുന്നയാളാണ് നല്ല ആക്ടർ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇദ്ദേഹം എനിക്ക് മുന്നേയും നല്ല ആക്ടറാണ്, ഇപ്പോഴും നല്ല ആക്ടർ. ഈ പോറ്റിക്ക് വേറെ ഏതെങ്കിലും പോറ്റിയായിട്ട് കണക്ഷൻ ഉണ്ടോ? തൊട്ടായാലൊക്കെ വീട്ടിലെ പോറ്റിയായിട്ടൊരു കണക്ഷൻ ഉണ്ട് അല്ലേ? ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോഴത്തേനും അതിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പറയുന്നുണ്ട്. അത് ഡയറക്ടർ പറയുന്ന സമയത്ത് അങ്ങനെ അല്ല, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൂവിയുടെ ലാസ്റ്റ് ആണോ ചേട്ടന്റെ പേര് പോലും പറയുന്നത്? ലാസ്റ്റ് മാത്രമാണ്. പക്ഷെ ആ പേര് നാട്ടുകാർക്ക് മൊത്തം അറിയാമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരൊറ്റ മൊമെന്റില് അത് ഏതാണ് അറിയായിരിക്കുമല്ലോ. ഈവൻ ഈ രോഹൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പോലും ചേട്ടൻ അങ്ങനെ പറയുന്നില്ല, പേര് പറയുന്നുണ്ട്, മതിച്ചേട്ടാന്ന് വിളിക്കുന്നത്. പക്ഷെ പോറ്റി എന്ന് പറയുന്നത് ഒരൊറ്റ മൊമെന്റിലേ ഉള്ളൂ. പക്ഷെ അത് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് കിട്ടി, അയാളതാണ്. അപ്പോൾ അതിനു മുമ്പേ 1-2 സീനിലൊക്കെ ഇയാള് ഒരു ബ്രാഹ്മിൺ ആണെന്ന് കാണിക്കുന്ന കുറച്ച് ബിംബങ്ങളൊക്കെ ഉണ്ട് പടത്തിൽ. അപ്പൊ അതൊക്കെ ഉള്ളപ്പോ അല്ല, അത് സ്പോയിലർ അല്ല. മീൻസ് ഈ പോറ്റി എന്നുള്ള ഒരു വാല് ഇയാളൊരു പോറ്റിയാണ് എന്ന് കാണിക്കുന്ന ഒരൊറ്റ സംഭവം കാണിക്കുന്നത് ലാസ്റ്റിലെ ആ ഒറ്റ സംഭവത്തിൽ മാത്രം പേര് പറയുന്നത്. പക്ഷെ ആളുകൾ അത് മസൂനം പോറ്റി എന്നുള്ള പേര് അങ്ങ് എടുത്തു. എല്ലാവരും അത് പറയുന്നുണ്ട്, കൊടുമൺ പോറ്റിയായിട്ട് എന്തോ ഒരു കണക്ഷൻ ഈ പടത്തിനുണ്ട് എന്നുള്ള രീതിയിൽ. ഞാനും ചോദിച്ചു, രാഹുലിനോട് ചോദിച്ചു, ഞങ്ങള് ബന്ധത്തിൽ വരുമോ? അപ്പൊ പറഞ്ഞു ഞാൻ നോക്കട്ടെ, ആലോചിക്കട്ടെ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ആലോചനയിലുണ്ട് ആയിരിക്കണം. ഇപ്പൊ ഫുൾ യൂണിവേഴ്സ് ആണ്. അതായത് ഇപ്പൊ ഏതൊരു പടം ഇറങ്ങിയാലും അതിലെന്തെങ്കിലും ഒരു പേരോ അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേറെ ഏതെങ്കിലും പഴയ പടത്തിന്റെ ഒരു സിമിലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഉറപ്പിക്കും ഇത് ആ പടമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, ഇതിങ്ങനെ വരും എന്നുള്ളത്. കൈദി കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഓരോ പടത്തിലും. തമിഴിൽ നിന്നാണ് ഇതിപ്പം മലയാളത്തിൽ ഇപ്പൊ ലോകയിലാണെങ്കിൽ ഒബ്വിയസ്ലി അറിയാം, ചില ഇതിൽ ഇനിയിപ്പം സെക്കൻഡ് പാർട്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊരു യൂണിവേഴ്സ് രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അടുത്ത യൂണിവേഴ്സ് മൂവി ആയിട്ടാണ് ജനങ്ങൾ ഈ ഒരു പടത്തിനെയും പറയുന്നത്. എനിക്കൊന്ന് സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലേ? എനിക്ക് അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ സംഭവിച്ചേക്കാം, അത്രേ ഉള്ളൂ. കാരണം ഇത് കണ്ടിട്ടാണെങ്കിലും ആൾക്കാർക്ക് കുറെ കാര്യങ്ങളിൽ ഡൗട്ട്സ് ഉണ്ട് അല്ലേ? എനിക്കാണെങ്കിലും കണ്ട രീതിയിൽ അതെന്താ അവിടെ ഒരു ഇത് വന്നല്ലോ. ഈ പടത്തിന്റെ ഒരു ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ എനിക്കൊന്ന് റീവാച്ചിൽ ചിലപ്പോൾ കിട്ടും അല്ലേ? എന്താണെന്ന് ചില കൺഫ്യൂഷൻസ് ഒക്കെ റീവാച്ചിൽ കിട്ടും. അത് മാത്രമല്ല, ഇത്തരം പടങ്ങളിൽ ചില ഡൗട്ട്സ് ഇടുന്നതല്ലേ അതിന്റെ ഭംഗി. ആലോചിച്ച് എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് തന്നാല് അതിന്റെ ഒരു സുഖം പോകൂലേ? ഇത് നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാ? ഒരാൾക്ക് ഡയറക്റ്റ് കണ്ടപ്പോൾ തന്നെ എല്ലാം കിട്ടിയാൽ പിന്നെ നമ്മൾ ചിന്തിക്കില്ല. ഈ സിനിമയെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? ചിലയിടത്ത് നമുക്കുണ്ടാകുന്ന ഡൗട്ട്സ് ഉണ്ടാകും. ആ ഡൗട്ട്സ് പർപ്പസ്ഫുള്ളി ഡയറക്ടർ ഇട്ടേക്കുന്നതാണ്. ചിലപ്പോൾ റീവാച്ച് ചെയ്യുമ്പോൾ കുറെ കൂടെ ഡൗട്ട് ഡിസ്കഷൻ വരും. അതാ പറഞ്ഞത്, അത് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ ഈ പടം അത്ര രീതിയിൽ ഇറങ്ങുന്നതിന് മുന്നേ പ്രൊമോഷൻസിലൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ. പക്ഷെ ഒരു വെള്ളിയാഴ്ചയാണ് എല്ലാ പടത്തിന്റെയും തലവര മാറുന്ന അല്ലേ? വെള്ളിയാഴ്ചയാണ് ഹാലോവിന്റെയും തോന്നുന്നു. തലേന്ന് എന്തോ ഇറങ്ങി. പക്ഷെ ആ ഒരൊറ്റ ദിവസത്തെ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് പടത്തിന്റെ തലവര അങ്ങ് മാറിയത്. അതായത് ഒരു ഷോയ്ക്ക് ശേഷം വന്ന ഒരു റെസ്പോൺസ് കണ്ടിട്ടാണ് അടുത്ത ദിവസം ഞാൻ പോലും പോയി കാണുന്നത്. 30-ാം തീയതി നൈറ്റ് ഒരു പെയ്ഡ് പ്രിവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രിവ്യൂ അതിപ്പോ ഏതെങ്കിലും കുറച്ച് സിനിമാക്കാരെ വിളിച്ച് ചെയ്തതായിരുന്നില്ല. എല്ലാ നാട്ടിലും ഇപ്പൊ എല്ലാ റിലീസാകുന്ന മിക്ക സ്ഥലങ്ങളും 50% സെന്ററുകളിലും പെയ്ഡ് പ്രിവ്യൂ ആയിട്ട് തലേദിവസം രാത്രി തന്നെ വെച്ചിരുന്നു. അത് കണ്ടിട്ട് അവിടുത്തെ റെസ്പോൺസ്, പാതി രാത്രി ഉണ്ടായ റെസ്പോൺസിലാണ് പിറ്റേ ദിവസം മുതൽ എല്ലാ തിയേറ്ററുകളും നിറഞ്ഞു കഴിഞ്ഞത്. ചേട്ടനെ പറ്റിയിട്ട് ആൾക്കാർ ഈ ഒരു പെർഫോമൻസിന് ശേഷം പറയുന്നത് മിസ്റ്റീരിയസ് ക്യാരക്ടർ, ട്രമൻഡസ് ആക്ടർ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ഈ ആൾക്കാരുടെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാണ് ചേട്ടനെ ഫീൽ ചെയ്യുന്നത്? പറയുന്നവർക്ക് എന്തും പറയാലോ, പോസിറ്റീവാണ്. അതാ പറഞ്ഞത്, നമ്മളൊരു ചെയ്തൊരു ഏതെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുക, അതിനീ പറഞ്ഞ യൂണിവേഴ്സിലേക്കൊക്കെ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പൊതുവായിട്ട് ഉണ്ടാകുന്നതാണല്ലോ ചർച്ച. അപ്പോൾ എല്ലാ സിനിമാക്കാരും സിനിമ കാണുന്നുണ്ടാവും, എല്ലാ ജനങ്ങളും സാധാരണ ഉള്ള എല്ലാവരും സിനിമ കാണുന്നു. അപ്പോൾ ഹൊറർ ആണെങ്കിൽ പോലും 18+ ആണെങ്കിൽ പോലും 18+ലുള്ള എല്ലാ ആൾക്കാരും സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നു. അത് ആൺപെൺ വ്യത്യാസമില്ലാതെ വരുന്നു. ഫാമിലീസ് ഇഷ്ടം പോലെ വരുന്നു. ഞാൻ എന്നെ ഞെട്ടിച്ചതൊക്കെയാണ്. കാര്യം കുടുംബങ്ങൾ ഈ പടത്തെ നന്നായിട്ട്, നല്ല പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെ
വരുന്നുണ്ട് തിയേറ്ററിൽ, നന്നായിട്ട് വരുന്നുണ്ട്. അവർക്ക് ഭയങ്കര വർക്കായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. നമ്മളെയൊക്കെ തിയേറ്റേഴ്സിനൊക്കെ ചെല്ലുമ്പോൾ വിസിറ്റിന് ചെന്നിട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ചെല്ലുമ്പോഴൊക്കെ അവരുടെ റെസ്പോൺസ് ആ രീതിയിലാണ്. ഭയങ്കര സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കതിൽ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടറിനോടുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ലാസ്റ്റ് നമ്മളൊക്കെ പേടിച്ചിട്ടുള്ള ഒരു പടം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ആകാശഗംഗ, ആ ഒരു ലെവലിൽ നമുക്ക് പറയാം. അതിനുശേഷം ഇന്ന് ഈ ടെക്നോളജി ഇത്രയും മാറിയ സ്ഥിതിക്ക് ഒരു ഹൊറർ മൂവി ആൾക്കാരെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഭൂതകാലം എന്ന് പറയുന്ന പടം അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത് ലൈക്ക് നമുക്ക് അൺബിലീവബിൾ ആണ്. നമ്മൾ പേടിക്കാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിലും പേടിക്കും എന്ന് പറയുന്ന തരത്തിലാണ് ഭൂതകാലം എന്ന് പറയുന്നത്. അത് നമ്മൾ പകല് കണ്ടാൽ പോലും നമുക്ക് പേടി തോന്നും. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് ആ പടം കണ്ടിട്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹൊറർ ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും എനിക്കൊന്ന് അത് തന്നെ ആയിരിക്കും. ചിലപ്പം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പേടിക്കണ്ട, ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള തരത്തിൽ ചേട്ടനോട് ആ ഒരു കോൺഫിഡൻസ്. പുള്ളിയുടെ വർക്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. പുള്ളി എഴുതി വെച്ചേക്കുന്നതിൽ പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പുള്ളിക്ക് അങ്ങനെ വലിയ താരങ്ങളെ തന്നെ വേണമെന്നില്ല. പുള്ളിക്ക് ഒരാളിനെ കണ്ടാൽ എൻ്റെ ക്യാരക്ടറായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് പുള്ളി ചിന്തിക്കും. ഞാൻ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ സിനിമയിൽ. അപ്പോൾ അയാൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടെന്നോ അയാളുടെ പ്രൊഫൈൽ ഇങ്ങനെയാണെന്നോ എന്നുള്ളതൊന്നും പുള്ളിക്ക് ഒരു വിഷയമേ അല്ല. പുള്ളിക്ക് പുള്ളിയുടെ ക്യാരക്ടറുമായിട്ട് കണക്ഷൻ എവിടെയെങ്കിലും കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ ക്യാരക്ടറിന് ഇത് വർക്കാവുമല്ലോ അദ്ദേഹം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി ഈസി ആയിട്ട് അത് ഇനി ആരായാലും പുള്ളി ചെയ്യിക്കും. അതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് ചെയ്യുന്ന ആളായാലും വളരെ ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യും. അതങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇതെന്താണ്, ഫീൽ എന്താണ്? സംസാരിച്ചായിരുന്നോ ഡയറക്ടറുമായിട്ട് അതിനുശേഷം? എങ്ങനെയാണ്? എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് വിളിച്ചിട്ട്. പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മീൻസ് പുള്ളിയുടെ തിരഞ്ഞെടുപ്പുകളൊന്നും തെറ്റിയില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിൽ അറിയാലോ, ഇത് ബേസിക്കലി ഈ സിനിമയുടെ സെല്ലിംഗ് പോയിന്റ് എന്നുള്ളത് ഒന്ന് രാഹുൽ സദാശിവൻ, രണ്ട് പ്രണവ് മോഹൻലാൽ. ഇത് രണ്ടും തന്നെയാണല്ലേ ബേസിക്കലി, അതാണല്ലോ, അത് കോമൺ സെൻസ് ആണത്. അപ്പോൾ അത് ആ ഒരു ഇപ്പം ആരുടെ പടം, ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഹൊറർ പടം പറയുന്ന പോലെയല്ല. മലയാളത്തിൽ ഇപ്പോൾ ഭൂതകാലമെന്നോ ബ്രഹ്മയുഗമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹൈപ്പുണ്ട്. അതൊരു തരത്തിൽ ബാധ്യതയാണ്. രണ്ട് വലിയ നല്ല പടങ്ങളെടുത്ത അയാളുടെ മൂന്നാമത്തതും മോശമല്ല എന്ന് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ബാധ്യതയാണ്. അപ്പോൾ അതിനിപ്പം പ്രണവ് എന്നുള്ളൊരു വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. വേറെ ആരും തന്നെ അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ നമുക്കൊക്കെ നല്ലൊരു വേഷം തന്ന് അത് ഒരു പടത്തെ ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഫുൾ കൈയടിയും കൊടുക്കേണ്ട അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ്. എനിക്ക് കിട്ടിയ ആക്ടേഴ്സിനെ ഞാൻ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യും എന്നുള്ള അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്. അതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മളിപ്പോൾ ഇരുന്ന് ഈ സംസാരിക്കുന്നത്. DSR എന്ന് പറയുന്ന പടത്തിന്റെ മാത്രമല്ല, ബ്രഹ്മയുഗത്തിന്റെ ഒരു വിജയം കൂടെ അദ്ദേഹം ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? രണ്ട് പടവും ഒരേ ഒരു എന്താ പറയുക ഒരു ഇതിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മയുഗത്തിന് ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ, ബ്രഹ്മയുഗത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതുമാത്രമല്ല ബ്രഹ്മയുഗം ഇപ്പോൾ ഓസ്കാറിന് ഷോ ചെയ്യിക്കുന്നുണ്ട് ഫെബ്രുവരിയിൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത ഇന്ത്യൻ സെലക്ഷനായിട്ട് ബ്രഹ്മയുഗം പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളതല്ലേ. കാര്യം ദൈവമേ ഇനി അടുത്ത വർഷം നമ്മുടെ ഇങ്ങനെയൊക്കെ പോകട്ടെ എന്നൊക്കെയാണ് നമ്മളും വിചാരിക്കുന്നത്. പക്ഷേ ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാര്യം ഈ പടത്തിൽ തന്നെ വർക്ക് ചെയ്ത ഇപ്പം ക്രിസ്റ്റോയാണ് മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ക്രിസ്റ്റോയ്ക്കാണ് കിട്ടിയത് സ്റ്റേറ്റ് അവാർഡ് ബ്രഹ്മയുഗത്തിൻ്റെ ഇതിൽ. സിദ്ധാർത്ഥിന് സ്പെഷ്യൽ മെൻഷൻ വന്നു. ഇതൊക്കെ തന്നെ ഭയങ്കര കാര്യങ്ങളാണല്ലോ. ഗംഭീരമായിട്ട് പുള്ളി ഒരു പടം ചെയ്ത് വെച്ചതിൻ്റെ റിസൾട്ടാണ് ഇവർക്കൊക്കെ കിട്ടിയത്. പേഴ്സണലി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് പിന്നെ എന്താണ് ഡിറക്ഷനിൽ എൻ്റെ പുറത്ത് ഇപ്പം ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ കിട്ടിയ ആളിനെ നമ്മൾ അത്രയും സ്നേഹത്തോടെ തന്നെ വിചാരിച്ചുകൊണ്ട് പറയുകയാണ്. നമുക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാളെന്നുള്ളതിനൊക്കെ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതെങ്കിൽ. കാര്യം എനിക്ക് അമ്മാതിരി വർക്കായ സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നൊരു ഭയങ്കരമായിരുന്നു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു സിനിമ എടുക്കുക ഈ ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയൊക്കെ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട്. പക്ഷെ ആ എക്സ്പെരിമെന്റ് ഒരിക്കലും തിയേറ്ററിൽ ആളെ വരുത്താത്തതായിരുന്നില്ല. എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു അല്ലേ? ഞാൻ നോക്കുമ്പോൾ എല്ലാ മൂവിയിലും ഈ രാഹുൽ എന്ന് പറയുന്ന ഡയറക്ടറിന് കാസ്റ്റ് കുറച്ച് മതി, അങ്ങനെ ഒത്തിരി പേര് വേണമെന്നില്ല. പക്ഷെ ആ ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന റോൾസ് ഒരു അപാര റോൾസ് തന്നെയാണ്. ഇപ്പോൾ ആ മൂവിയിലാണെങ്കിലും അർജുൻ്റെയും സിദ്ധാർത്ഥ ആണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ആ മൂന്ന് പേര് എന്താ പറയുക നിറഞ്ഞാടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അത് വേറൊരു വൈബ് തന്നെ ആയിരുന്നു. കണ്ടായിരുന്നു തിയേറ്ററിൽ ബ്രഹ്മയുഗം? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു? ബ്രഹ്മയുഗവും കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി ഭൂതകാലം OTT
അത് OTT-യിൽ കണ്ടിട്ട് പോലും കിളി പാറിപ്പോയതാ. ഭൂതകാലം കണ്ടിട്ട്. അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഏത് പടം ഇനി ഏത് വന്നാലും കാണും എന്നുള്ളൊരു ചിന്ത ഏതൊരു മലയാളിക്കും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പ്രമേഹം വന്നു. അപ്പം ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ അത് എങ്ങനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് അന്നത്തെ കാലഘട്ടത്തിൻ്റെ സിനിമയും നമ്മൾ ഈ ഒരു തലമുറയിലുള്ള ആൾക്കാർ അത് പ്രഗത്ഭരായ നമ്മുടെ മുൻകാല അഭിനേതാക്കളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളാണ്. കുറേയൊക്കെ നമുക്ക് വർക്കാവാത്തതാണ്, കുറേയൊക്കെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടം ഒരു കഴിഞ്ഞ ഒരു 50 കൊല്ലത്തിനിടയ്ക്ക് ഇങ്ങോട്ടേക്ക് 50 അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 40 കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു പുതിയ 2000-ന് ശേഷമുള്ള ആൾക്കാരൊക്കെ ഉള്ള ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അന്ത ലെവൽ ഒരു പടം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു സിനിമയെ ചിത്രീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാനുള്ള ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് എങ്ങനെ തിയേറ്ററിൽ പോയിരുന്ന് കാണും എന്നുള്ളായിരുന്നു എൻ്റെ അനൗൺസ്മെൻറ്റ് സമയത്തേക്ക് എൻ്റെ ചിന്ത. പക്ഷേ പിന്നെ ഇതിനെ ഹൈപ്പ് കയറിയൊന്നു. അഭിനയിക്കുന്നത് വേറെ ആരല്ലോ, മമ്മൂട്ടി സാറാണ്. അപ്പം പിന്നെ നമുക്കെന്ത് കൊണ്ട് പൊയ്ക്കൂടാന്നുള്ളതിലായി. പിന്നെ തിയേറ്ററിൽ കണ്ടപ്പോൾ എൻ്റെ ദൈവം എന്താണ് ഈ ചെയ്ത് വെച്ചേക്കുന്നത് ആലോചിച്ചിട്ട് വേറെ ലെവൽ. ഇനി DS ഇറയിലേക്ക് വരുമ്പോൾ അതിൽ 2 കാര്യം നോട്ട് ചെയ്ത്, ഒന്ന് ആദ്യം കാണിക്കുന്ന വീടും പിന്നെ ഒന്ന് നമ്മുടെ ഫൈനൽ ഒരു സംഭവം, ഒരു കലാശക്കൊട്ടും കൂടെ ഉണ്ട്. ഈ രണ്ടും 2 എക്സ്ട്രീം കാര്യങ്ങളാണ്. അതിലൊന്ന് സെറ്റാണെന്നാണ് ഞാൻ കേട്ടത്. ആണോ? തോന്നിയില്ല സെറ്റാണ്. അപ്പൊ ഇനി എന്താണ് ചേട്ടന്റെ അപ്കമിങ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്? റിലീസ് ചെയ്യാൻ പോണത് കളങ്കാവിലാണ്. ഞാൻ കണ്ടായിരുന്നു മമ്മൂക്കയോടൊപ്പം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നത്. ഓക്കെ, സാറായിട്ട് ഭയങ്കര നല്ലൊരു ബന്ധമുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പോലീസാണ്, അതിനുശേഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് MG കോളേജിൽ പഠിക്കുമ്പോഴാണ്. ഇതൊക്കെ ഞാൻ കേട്ട ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ചേട്ടൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ ഒരു റൂട്ട് ഉണ്ടായിരുന്നു, ചേട്ടൻ എങ്ങനെ വന്നു, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റോൾസ് ചോദിക്കുമായിരുന്നു, അതിനായിട്ടുള്ള എഫേർട്സ് ഇടുമായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ, യങ് ജനറേഷൻസ് ആണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ട്. സോ അവരെടുത്ത് ചേട്ടൻ്റെ ഒരു രീതിയിൽ ചേട്ടന് പറയാനുള്ള ഒരു മേജർ ഒരു പോയിന്റ് ഒന്ന് പറയാമോ? നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരിക്കലും ഇതൊരു എന്താണ് മടുത്ത് പിന്മാറേണ്ട ഒരു സംഭവമല്ല. സിനിമാക്കാരനാവണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറാവുക എന്നുള്ളേ ഉള്ളൂ. വളരെ അത് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, ചാൻസുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ നമ്മളെ സ്വീകരിക്കും. അത്രേ ഉള്ളൂ കാര്യം. അതിൽ വേറെ ഒന്നുമില്ല. ആരും മടുപ്പില്ലാതെ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ പുറകിൽ ചെന്ന് നമ്മൾ പകുതി എത്തുമ്പോൾ ഇന്ന സമയത്ത് ചെയ്ത് നമുക്കൊരു സൂപ്പർ താരം അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു നടനായില്ല എന്ന് കരുതി പിന്മാറി വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് തിരിഞ്ഞു പോകുന്നതിന് പകരം നമ്മൾ വീണ്ടും നമ്മളിൽ വിശ്വസിച്ച് ഇതിൻ്റെ പുറകിൽ നിൽക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ, കൂടെ ചെല്ലുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഒരു പ്രേക്ഷകൻ DS ഇറയെ പോയി കാണണം? ഇതിൻ്റെ ബേസിക് സാധനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവനാണ്. അദ്ദേഹം മുൻകാലങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലുണ്ട്, അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഭൂതകാലം, ഭ്രമയുഗം, തീർച്ചയായിട്ടും അത്രയും ആൾക്കാർ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത സിനിമകളായിരുന്നു അത്. അതുപോലെ തന്നെ അത്രയും രസകരമായിട്ട് വേറൊരു തരം ഭയത്തെ നമ്മളെ വളരെ രസിപ്പിച്ച് കാണിക്കാൻ സഹായിക്കുന്ന നല്ല കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ് DS ഇറെ. ഒരിക്കലും ഒരു നഷ്ടം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ 2 മണിക്കൂറിനെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. 100% നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പ്രണവ് മോഹൻലാലും ഞാനും പിന്നെ കൂടെ അഭിനയിച്ച ആൾക്കാരും എല്ലാവരും നല്ല പെർഫോമൻസ് നടത്തിയെന്ന് നമുക്ക് തന്നെ വിശ്വാസമുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ധൈര്യമായിട്ട് കാണണം. എനിക്കൊന്ന് നിങ്ങളുടെ ആ കോൺഫിഡൻസ് ആണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു വിജയം. നിങ്ങളുടെ ടീം മൊത്തത്തിൽ ഒരു കോൺഫിഡൻറ്റ് ടീമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഉറപ്പായിട്ടും ആ മൂവിയിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ പടം വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.